അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഞാൻ വലിയുല്ലാഹി മുഹമ്മദ് ഷരീഫ് മണാറക്കാട്. വിവാഹ ജീവിതത്തിൻ്റെ കാർമ്മികത്വം നൽകുന്ന അല്ലെങ്കിൽ നേതൃത്വം നൽകുന്ന മതനേതാവ് അല്ലെങ്കിൽ ഖാദി അല്ലെങ്കിൽ ഇമാം, അവർ എങ്ങനെയാണ് ഒരു സമൂഹത്തോട് ആ നിക്കാഹ് വേളയിൽ പെരുമാറേണ്ടത്, അല്ലെങ്കിൽ ആ സദസ്സിനെ എങ്ങനെ അഭിസംബോധനം ചെയ്യണമെന്നതിൻ്റെ ചെറിയ ഒരു രൂപം. നാം ജീവിക്കുന്ന ഭാഷ അല്ലെങ്കിൽ സംസാരിക്കുന്ന ഭാഷ ഏതാണോ ആ ഭാഷയിൽ തന്നെ ഈ വധൂവരന്മാരെയും അവരുടെ കുടുംബത്തെയും നാം പരിചയപ്പെടുത്തുക. അതോടൊപ്പം തന്നെ അവിടെ വരുന്ന ആളുകളെ ആ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. വധൂവരന്മാർക്ക് സമാധാനപരമായും സന്തോഷപരമായും അവരുടെ ആത്മീയപരമായും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവരെ ആശ്ലേഷിക്കുകയും സന്തോഷിപ്പിക്കുകയും ഈ കുടുംബത്തെയും മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക. അതേപോലെ സദസ്സിലുള്ളവരെയും വേദിയിലേക്ക് ക്ഷണിക്കുക. അങ്ങനെ വിവാഹത്തിൻ്റെ സന്തോഷകരമായ ആഹ്ലാദകരമായ ഊഷ്മളമായ ഒരു വരവേൽപ്പിന് അവിടെ ഈ ഇമാം പ്രവർത്തിക്കുക. അതോടൊപ്പം വധൂവരന്മാരെയും അവരുടെ കുടുംബാതിഥികളെയും മാതാപിതാക്കളെയും മുൻനിർത്തിക്കൊണ്ട് തന്നെ ഒരു പ്രസംഗം നടത്തുക. ഇന്നലെ വരെ യാതൊരു ബന്ധമില്ലാത്ത രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും വിവാഹിതരാകുന്നു. അവർ മാനസികമായും ശാരീരികമായും യാതൊരുവിധ അകൽച്ചയുമില്ലാതെ അല്ലെങ്കിൽ യാതൊരുവിധ മറയുമില്ലാതെ അവർ ഒന്നിക്കുന്നു. ഈ മഹത്തായ വേളയിൽ ഇതുവരെ ഉണ്ടായിരുന്ന മാതാപിതാക്കളായ വധുവിൻ്റെയും വരൻ്റെയും അവർക്ക് ഈ ഇമാം പറഞ്ഞു കൊടുക്കണം, ഇന്നലെ വരെ നിങ്ങളുടെ മകൾ അല്ലെങ്കിൽ മകൻ, ഇന്ന് അവർ നിങ്ങൾക്ക് തന്നിരുന്ന സ്നേഹത്തിൽ നിന്നും ഈ വധുവിനും അതുപോലെ തന്നെ വരനും നിങ്ങളുടെ പകുതി സ്നേഹം പങ്കുകൊടുക്കുമെന്നും അതുകൊണ്ട് അവരെ നിങ്ങൾ അസൂയയോടെ നേരത്തെ നിങ്ങൾക്കുണ്ടായ സ്നേഹം എന്തുകൊണ്ട് നൽകുന്നില്ല എന്ന തോന്നൽ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഇത് ഒരു കുടുംബ ബന്ധത്തിൻ്റെ ഭാഗമാണ്, ഭാര്യ ഭർത്താവിൻ്റെ ഭാഗമാണ് എന്ന് അറിയിക്കുക. അങ്ങനെ നാം ചെയ്യുന്നതോടൊപ്പം തന്നെ മരുമകളെ മകളായും മരുമകനെ മകനായും കാണാൻ ശ്രമിച്ചാൽ ആ കുടുംബ ബന്ധം വളരെ ദൃഢമായിരിക്കും. അതുപോലെ വേദിയിൽ വരുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും അവർ തമ്മിൽ രക്തബന്ധമുള്ളവരെയും ഇസ്ലാമികപരമായി അടുത്തു ചേരേണ്ടവയും മാത്രം പരസ്പരം അടുപ്പിക്കുക. മറ്റുള്ളവർ ഒരു നിശ്ചിത അകലം പാലിപ്പിക്കുക. കാരണം മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു മാഗ്നറ്റിക് പവറിലാണ്. അതുകൊണ്ട് ഒരു 9 വയസ്സിന് മേലെയും 55 വയസ്സിന് ഇടയിലുമുള്ള സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഒരു നിശ്ചിത അകലത്തിൽ മാത്രം പെരുമാറുക. അത് അല്ലെങ്കിൽ ഈ മാഗ്നറ്റിക് പവർ നമ്മുടെ ആകർഷിക്കപ്പെടും, അവിടെ പിശാചിൻ്റെ ബന്ധമുണ്ടാവുകയും ആ കുടുംബ ബന്ധങ്ങളെ അത് ശിഥിലമാക്കും. വളരെ മോശമായ രീതിയിൽ സ്ത്രീ പുരുഷന്മാർ ഇടകലരാതിരിക്കാനാണ് നമ്മുടെ സമാധാനപരമായ അഥവാ ഇസ്ലാമികപരമായ അന്തരീക്ഷം നിലനിർത്താനാണ് അള്ളാഹു ഇത്തരമൊരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ വധൂവരന്മാരുടെ മണിയറ സ്റ്റേജിൽ അവതരിപ്പിക്കാതിരിക്കുക. അത് നിങ്ങളുടെ സ്വകാര്യ ജീവിതമാണ്. ആ സ്വകാര്യതയും ആത്മീയതയും നിങ്ങൾ നിങ്ങളിൽ മാത്രം നിർത്തിക്കൊണ്ട് പുറത്തെടുക്കേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യുക. അത് വേദിയിൽ അവതരിപ്പിച്ച് വലിയ യുവാക്കളും യുവതികളും ഒന്നിച്ചുകൊണ്ടുള്ള ഒരു ഭയങ്കരമായ അല്ലെങ്കിൽ മോശമായ വളരെ ഒരു ജനക്കൂട്ടമായി ഒന്നിച്ച് ഇടകലർന്ന് പരസ്പരം സമൂഹത്തിനും അതുപോലെ തന്നെ മതത്തിനും എതിരെ നിങ്ങൾ പ്രവർത്തിക്കാതിരിക്കുക. അതെല്ലാം ഹറാമാണ് അഥവാ നിഷിദ്ധമാണ്. പരസ്പരം തൊട്ടുചേരാതെ നിൽക്കുക, ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, അതൊക്കെ ആവാം. പക്ഷേ ആവശ്യമില്ലാത്ത ആഘോഷങ്ങളും അനാചാരങ്ങളും ഉണ്ടാക്കി ആ വേദിയെ ആത്മീയതയിൽ നിന്നും മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ അത് വലിയ അകൽച്ചയിലേക്കും ഈ വധൂവരന്മാർക്ക് തന്നെ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന ഒരു യാഥാർത്ഥ്യം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് അത്തരത്തിൽ വളരെ നല്ല ഒരു രീതിയിൽ വിവാഹത്തെ നാം കാണുക. അതുപോലെ തന്നെ ഈ വിവാഹവേളയിൽ ഇമാം പറഞ്ഞു കൊടുക്കുക, ഈ ഇന്ന് നിൽക്കുന്ന നമ്മൾ
നാളെ ഒരു സമൂഹത്തിലേക്ക് മാറി മക്കളാവുന്നു, പിന്നീട് പേരക്കുട്ടികളാകുന്നു. അങ്ങനെ ഈ കുടുംബ ബന്ധം വളരെ ദുനിയാവുപരമായിട്ടും ആഖിറപരമായിട്ടും സന്തോഷകരവും അവിടെ നമുക്ക് സ്വർഗം നേടാനുള്ള ആ ആത്മീയതയിലൂടെ ഊന്നി നാം മുന്നോട്ട് പോകണം. അതിനുവേണ്ടിയാണ് സർവശക്തനായ സൃഷ്ടാവ് നമ്മെ ഒരു ചക്ര രീതിയിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. പിതാവ്, അതിനുശേഷം മക്കൾ, പിന്നീട് പേരക്കുട്ടികൾ. അങ്ങനെ ഈ ഏകനായ അള്ളാഹുവിനെ അറിയിച്ച് മുന്നോട്ട് പോകുവാനും അവനോട് പ്രാർത്ഥനകൾ ചെയ്യുവാനും മാത്രമാണ് നമ്മെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. അതിനിടയ്ക്ക് നമുക്ക് വലിയ ഉയർച്ചകളുണ്ടാവാം, തളർച്ചകളുണ്ടാവാം. നമ്മൾ പക്ഷേ രാജാവായിരിക്കാം, പ്രജയായിരിക്കാം. അതെല്ലാം നമ്മുടെ നിയോഗങ്ങളാണ്. നമ്മൾ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ആവട്ടെ. അങ്ങനെ ആവണമെന്ന ആ നല്ല ഉദ്ദേശത്തോടുകൂടെ, ആ പ്രാർത്ഥനകളോടുകൂടെ ഈ കുടുംബ സദസ്സിനെ നാം മുന്നോട്ട് നയിക്കേണ്ടത് ഓരോ ഇമാമുമാരും ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്.